മോളൊന്ന് പുറത്തിരിക്കേ, അച്ഛൻ സംസാരിച്ചിട്ട് വരാം. മോൾക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുറവൊക്കെ വെച്ച് ഈ പിള്ളേരൊപ്പം ഈ കോളേജിൽ കണ്ടിന്യൂ ചെയ്യണ വല്ല ഹോം ട്യൂഷനൊക്കെ പോരെ? എൻ്റെ മോൾക്ക് എന്ത് കുറവുണ്ട്? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. പ്രിൻസിപ്പളെ, മറ്റേ പിള്ളേരെ പോലെ പഠിച്ചു തന്നെയാണ് എൻ്റെ മോള് ഇതുവരെ എത്തിയതും ഇത്ര മാർക്ക് എടുത്തതും. അത് കാരണം കൊണ്ട് അവൾക്ക് ഈ കോളേജ് പിള്ളേരൊപ്പം പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രിൻസിപ്പളിന് ഈ ഒരു കാര്യം പറഞ്ഞ് അഡ്മിഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ RPWD റൂൾ അറിയാലോ? ഇല്ല, അത് കുഴപ്പമില്ല. നാളെ എനിക്കൊരു പ്രശ്നം വരേണ്ടതാണ്. ശരി. കൊള്ളാല്ലേ? കൊള്ളാം. ഇതവള് തന്നെ. തട്ടലോ? എന്താ അവിടെ? ഒന്നുമില്ല സാറേ, ഒന്നുമില്ല. വിട്ടുവെച്ചു പാസ്സായി പരീക്ഷ ജയിച്ചും കടല മുട്ടായി തട്ടാനായി പങ്ക് ചെയ്തതും പെണ്ണ് കിട്ടാൻ വളയ്ക്ക പരപൂക്കിയായതും നോക്കിയപ്പോ സംഭവമായതും താടി വെച്ച് റെഡിയാവാ നോക്കിയപ്പോ തമ്പുരാനെ കൂടയ കിളിക്കുള്ളൂ. സറ പറയാൻ പെണ്ണില്ല, കൊട പറയാൻ കൂടയില്ല. ഒരെണ്ണം മേടിച്ചുണ്ടോ? ശരി, പോവാ. അപ്പൊ ഒരു സിഗരറ്റ് വേണമായിരുന്നു. ഒരെണ്ണോ? ഇവിടെ ഒറ്റയ്ക്ക് മേടിക്കാൻ പാടില്ല. SFIയുടെ പിള്ളേര് പറയണത് അങ്ങനെയാ. അല്ല, ഞാൻ മാത്രല്ല, അവന്മാരൊക്കെ അവിടെ മരം നോക്കി പോകാം, വീഴാൻ നോക്കാം, വീഴാൻ നോക്കിയാലോ പിന്നെ പോകാം, കുഴിയിൽ ചാടിയാലോ കയ്യോ കാലോ വർക്കിങ്ങാണേലോ പിന്നെ പോകാം. നിന്റെ ഉള്ള മറ്റവനാ? ഇല്ലേട്ടാ, അവന് പനിയാ, അതുകൊണ്ട് അവൻ വന്നിട്ടില്ല. നീ എന്താ ചോപ്പി കിട്ടാക്കണേ? SFI ആണോ നീ? ചേട്ടാ അങ്ങനെയൊന്നുമില്ല, വേറെ ഒന്നുമില്ലാത്തോണ്ട്. നീ SFI അല്ലേ? ചേട്ടാ ഞാൻ അങ്ങനെയല്ല. ഇവന്മാരൊക്കെ എപ്പോഴാണ് നമ്മുടെ പാർട്ടി കയറ്റിയതിന്? എടാ, ഇവനെ കാണാനേ ഒരു ഇന്നസെന്റ് ചായയില്ലേ? ഒരു മിമിക്രി കാണിച്ചേ, ചേട്ടൻ നോക്കട്ടെ. ചേട്ടാ എനിക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ല ചേട്ടാ. അവന് ചെയ്യാനെന്തോ നോട്ട് ഒന്ന് ചെയ്തു കൊടുത്തവന്. എന്താ നിങ്ങക്ക് മിമിക്രി ചെയ്താ? നീ ചെയ്യറാ? ചേട്ടാ എനിക്കറിയില്ല ചേട്ടാ. ചെയ്തിട്ട് പോന്നീ അങ്ങട്. റോഷൻ വരുന്നുണ്ട്. எனக்குடா அதுக்கு என்ன உனக்குடா பழக்கணும் எனக்குடா அதுக்கு என்ன உனக்குடா முடிஞ்சா தொட்டு பாரு முடிச்சிடுவா. കൈയും കാലൊടിഞ്ഞിട്ടുണ്ടാവില്ലേ? ഏയ്, കയ്യും കാലും ഒടിഞ്ഞിട്ടുണ്ടാവില്ലേ? അതിന് നീ അടിക്കണ്ട, വെറുതെ ആയിരുന്നു പറയല്ലേ. ഇതൊക്കെ വെറും ഷോ ആണ്, വെറുതെ സ്ട്രൈക്ക് ഉണ്ടാക്കാൻ ഓരോ കാരണങ്ങള്. എനിക്കൊന്നും തോന്നണില്ല.
അവർ രണ്ടായിരുന്നു കോളേജ് വന്നിട്ടില്ല. എന്തോ കാര്യമായിട്ട് നടന്നിട്ട്. എടാ +2 വരെ ഒന്നും നമുക്ക് പെണ്ണ് കിട്ടിയില്ല. ഇനി കോളേജ് കഴിഞ്ഞ ജോലി, വർക്ക് പ്രഷർ, ഇതിൻ്റെ ഒന്നും ഇടയിൽ പെണ്ണ് കിട്ടാനും പോണില്ല. കൊല്ലല്ലടാ. ഇനി ഒരുത്തിനെ കിട്ടണമെങ്കിൽ തന്നെ അത് ഈ കോളേജിൽ വെച്ച് തന്നെ സെറ്റാക്കണം. വേറെ ഒരു വഴി. കൊറേ നേരമായില്ലേ കിടികിടി നല്ല വാങ്ങി കഴിക്കടാ. ഒരു മാറ്റമില്ല. ആ ടുട്ടിട് വേണ്ട. നിനക്കെന്താ വേണ്ടടാ? ചേട്ടാ പപ്സ് ഉണ്ടാ? പപ്സ് ഉണ്ട്. അന്ന് പപ്സും ജാമും. പപ്സും ജാമും തരാട്ടാ. പപ്സും ജാമും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്തെങ്കിലും കാണിക്കട്ടെ. ഗേൾ ബൈ ഡ്രീംസ് സുന്ദരിയല്ലേ? ഏടാ എന്താടാ നീ കൊച്ചിനെ നോക്കി. ഏത് വെച്ച്? ഈ ഏത്? ഇതാ ഏത്? ഈ കൊച്ച നല്ല കൊച്ചല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് കിട്ടൂടാ. കിട്ടും അല്ലേ? കിട്ടൂടാ. കിട്ടും കിട്ടൂടാ. നിന്നെ കൊണ്ടൊക്കെ എങ്ങനെയാണ് അത് കഴിക്കാൻ പറ്റുന്നത്? അവന് പറ്റും. അതിനിപ്പോ എന്താ? ഇതിനെന്താ കുഴപ്പം? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നീയും കുറച്ച് കഴിച്ചു നോക്ക്. എന്നാ, കഴിക്ക്. അയ്യോ താൻ്റെ വൃത്തിയാടാ കാണിക്കണേ. അത് കാണാത്തോണ്ടുണ്ടായൊരു തന്നെ മൊത്തപ്പിട്ട് താൻ സോറി പറയും. അല്ലല്ല നിക്ക് അവളുടെ മേത്തല്ല തുപ്പിയത്. പിന്നെ അവൾക്കില്ലാത്ത നാക്കെന്താ നിനക്ക് ഇപ്പൊ ഇത്രയും? വാടി ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. ആ പൂക്കിച്ചേട്ടൻ വരുന്നുണ്ട് കേട്ടാ. എടി ഞാൻ 2 റീസായ. മോനെ എന്താട്ടാ നീ എന്ത് പണിയടാ കാണിച്ചേ? അതൊരു പാവം കൊച്ചല്ലടാ. ഏത്? ഈ കൊച്ചോ? എടാ ആ കൊച്ചിന് സംസാരിക്കാനാവില്ലടാ. നീ എന്തായാലും ചെയ്തത് ഭയങ്കര മോശമായിട്ടാ. ഇവനാ എന്താ പരിപാടിടാ? ഞാനേ ഒരു ഡിഷ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇഞ്ചം പൊളി ചിക്കൻ. ഓ എടാ ഞാനേ ക്യാൻറ്റീനിൽ ചെയ്തത് ശരിയായില്ലെന്നാ തോന്നണേ. അതെ, നീ ചെയ്തത് വളരെ മോശമായി പോയി. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ടു ബാഡ് ബോയ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീയേ ആദ്യം എൻ്റെ ചിക്കൻ വാങ്ങി തയ്യോ, അല്ല പപ്സ് വാങ്ങി തയ്യോ. തൈര് നീ ഇപ്പൊ വയറിളക്കി ചാവൂടെ. ജോജോനെ വിളിക്ക. അവനെ കുറച്ച് ബോധമുണ്ട്. എന്നാടാ എന്താടാ നീ ചൂണ്ടൽ പിന്നോട്ട് ലക്ഷ്യസ്ഥാനത്ത് നോക്കി രറ്റപ്പെടാം. ഒന്ന് പോയി എടുത്തടാ. എടുക്ക് സാമോ. ഒന്ന് പോയി എടുക്കടാ. എടാ ഞാൻ നിനക്ക് അവനിക്ക് മേടിച്ചു തരാം. അവനിക്ക് മേടിച്ചടാ. ഒന്ന് പോ. ഹലോടാ. ഹലോ. എടാ ഞാനേ ക്യാൻറ്റീനിൽ ചെയ്തത് ശരിയായില്ലല്ലോ ആ കൊച്ചിനോട്. എന്താടാ? ഞാൻ ഉണ്ടല്ലോ, ഞാൻ ഒരു സോറി പറഞ്ഞാലെന്നാലേക്ക്. നീ പോടാ ചക്ക. ഹലോടാ. എടാ ഞാനേ കുറച്ച് തിരക്കില്ല. നിന്നെ വിളിക്കാം ഞാൻ നിന്നെ. ഹലോ. നീ പോടാ. വിളിച്ചേ ധൈര്യമായിട്ട് പോയിട്ടോ കേട്ടാ. എക്സ്ക്യൂസ് മീ. അതെ ഇത് ഇന്നലെ നമ്മുടെ കാര്യമില്ലേ, അപ്പോൾ അത് ലൈവ് ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല. മത്തത് കുത്തിയേറ്റിപ്പോ തുപ്പി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയ്യോ ഇതവരുടെ ജീവിത പ്രശ്നം. പിന്നെ സോറി, ഇനിങ്ങനെ ചെയ്യേണ്ടി നോക്കാം.
ഇഷ്ടാവോന്നറിയില്ല, പക്ഷേ ഇഷ്ടാവാതിരിക്കില്ല. കുട്ടിക്ക് ഇത് നല്ലോണം ചേരും. കർത്താവേ, മത്തായി ഇതാ വരടൂ. കുട്ടിക്ക് ഇഷ്ടാവും. എൻ്റെ ഫേവറേറ്റ് കളറാ. എങ്ങനെയുണ്ട്? സോറി സിസ്റ്റർ, ഇതാണ് നിങ്ങളുടെ സാധനം. നീ എന്താ നീ ഇങ്ങട് വാ. അവൻ മണ്ടൻ മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു ചായ കുടിച്ചിട്ടെന്നാല് പ്ലീസ്. ചായ. വീണുടഞ്ഞു പോയി ഞാൻ കൊണ്ടു നിൽക്കവേ നിന്റെ നോക്കിലങ്ങനെ താണുലഞ്ഞു പോയി ഞാൻ നോക്കി നിൽക്കവേ നിൻ ചിരിക്കടലിലെ നിൻ കണ്ണിലെ പൂക്കും കാണാ ഡാഫോഡിൽ പൂക്കൾ പോലും എന്നെ ചൂടാ നിറമാ എന്നില് വന്നൻ ഉള്ളം കവറും മായാജാലം പാടെ കൊണ്ടോയി മുഴുവനായി നിന്റെ നോക്കിലോ മൗനം സമ്മതം മൊഴിയാ വാക്കിലോ മൗനം സമ്മതം തിരയും കണ്ണിലോ മൗനം സമ്മതം മറയും ചിരയിലോ മൗനം സമ്മതം നിന്റെ നോക്കിലോ മൗനം സമ്മതം മൊഴിയാ വാക്കിലോ മൗനം സമ്മതം തിരയും കണ്ണിലോ മൗനം സമ്മതം മറയും ചിരയിലോ മൗനം സമ്മതം. അനിറ്റ, ഒരു മിനിറ്റ്. ആ പറ മോളെ. ഓ, ഞാൻ വരാം. ഞാനങ്ങ് വിളിക്കാം. ഫോണിൽ ചാർജില്ല. ആ ശരി ശരി, ഞാൻ എത്തിയേക്കാം. അമ്മയാ 2 ദിവസമായി ഷോപ്പിങ്ങിനൊക്കെ വിളിക്കുന്നു. പിന്നെ അനിയൻ വലിയ വള്ളിയാ, കുറച്ച് നോക്കാനുണ്ട്. അല്ല, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒന്നും പറഞ്ഞില്ലല്ലോ. കഥകളി കാണിക്കാണ്ട് കാര്യമൊന്നും കറക്റ്റായിട്ട് പറയൂ. എന്ത് കോപ്പറായി കാണിക്കുന്നത്? ബുക്കും ഇല്ലല്ലോ പണ്ടാറ്. അല്ലെങ്കിലേ സ്വിച്ച് ഓഫ്. എടി അനീറ്റ, മോള് ഇവിടെ ഇരിക്കാനോ? ഞാൻ നിന്നെ റൂമിലേക്ക് അന്വേഷിച്ചിട്ട് വരിക. എന്നാ ചായ കുടിക്കേ. എന്താ പറ്റിയേ? എന്തിനാ കരയണേ? എന്താ പറ്റിയേ പറയ്. അപ്പനോടല്ലാണ്ട് പിന്നെ ആരോടാ പറയാ? പറയ്. ഇത്രയല്ലേ ഉള്ളൂ. മോളിപ്പോൾ എന്തിനാ കരയണേ? അപ്പനല്ലേ നിന്റെ ഒപ്പം. വിഷമിക്കണ്ട കേട്ടാ. മതി, ഇനി ആ ചായ എടുത്തേ. ഇനി കരയണ്ട. ഒരു ചേസ് ചെയ്തല്ലോ. ബാ താഴേക്ക്. മുകളിലേക്ക്.
ചിരിച്ച ആ ദേ വിസ്കി വന്നല്ലോ. വിസ്കി ഇങ്ങോട്ട് വാ. എന്നാ ഇവിടെ ഉണ്ട് ബ്രെഡ് ഇവിടെ ഉണ്ട്. ബാ എന്നാ വിസ്കി ഇവിടെ ഉണ്ട്. അതെ അതെ. നമ്മുടെ കൈ വല്ലതും കിട്ടണമായിരുന്നു. ഡേടാ, അടിച്ച് നോക്ക്. കൈ കൊടുക്കാൻ. അനീറ്റ എടി ഇവിടെ തന്നെ. എടാ നീ ഇപ്പോൾ പോണ്ട, അവൾ ഓക്കെ അല്ല. ഡി ഇതിലിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്ക് ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല എന്താ കാര്യം ഇവള് മിണ്ടാതിരിക്കണേന്ന്. എടാ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പോകണ്ട, അവൾ ഓക്കെ ആവട്ടെ. എനിക്കറിയില്ലടാ എന്താ പ്രശ്നം. അതിപ്പോ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ അത്. അടങ്ങടാ. അനീറ്റ എടാ പണി പാളിന്നാണ് തോന്നണേ. ശരിയാടാ. അശ്വനില്ലേ, ആങ്ങളെ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ മോളുടെ മനസ്സിൽ എന്തല്ലേന്ന് എനിക്കറിയാൻ പറ്റും. ഇപ്പോൾ അവളുടെ മനസ്സിൽ ഉള്ള വിഷമത്തിൻ്റെ കാരണം അറിഞ്ഞോ അറിയാതെയോ അശ്വിനാണ്. അല്ലങ്ങളെ അതിപ്പോ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു പോയതാ. അവൾക്ക് അവളുടെ അമ്മേനെ ഭയങ്കര സ്നേഹമാണ്. എപ്പോഴും അവളുടെ കയ്യിൽ ഒരു പഴയ പേഴ്സും അതിൽ അവളുടെ അമ്മയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടാവും. അത് അവൾ ആർക്കും കാണിക്കാറുമില്ല, കൊടുക്കാറുമില്ല. പക്ഷേ ഇപ്പോൾ അവളത് അശ്വിനെ കാണിക്കാൻ വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ അശ്വിനൊരു സ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നു. അവൾക്കിപ്പോൾ ആവശ്യം അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെയാണ്. അതൊരിക്കലും അശ്വിനാവാൻ പറ്റില്ല. തീരുമാനാക്കാം. ഇതിപ്പോ നമ്മുടെ മൂക്കിന് താഴെ വീശില്ലാത്ത പോലെ. വീട്ടിൽ പോടാ സന്ദീപ് മറ്റോനല്ലേ? എന്താ മോനെ കേക്കാനില്ല ഞങ്ങക്ക്? എഴുന്നേക്കടാ. ഓൻ്റെ നമ്മുടെ സിഗരറ്റ്. ചേട്ടാ വിട്. ചേട്ടാ നിങ്ങളുടെ കാര്യം നോക്കിപ്പോ ചേട്ടാ. ഞാൻ വേറെ കുറെ പ്രശ്നത്തിലാ. വാങ്ങടാ. ചേട്ടാ അത് വേണ്ടാത്തോണ്ടാ നിങ്ങൾ പോവാൻ നോക്കി. മേടിക്കാൻ പറഞ്ഞാൽ മേടിക്കണം. ഒരു സിഗരറ്റ് എത്തിക്കല്ലേ പറഞ്ഞു നിന്റെ അടുത്ത്. എന്റെ പൊന്നുപോലെ നിനക്ക് സിഗരറ്റ് എത്തിക്കാറില്ല. കത്തിടാ. നിങ്ങളൊന്ന് പോവാൻ നോക്കി ചേട്ടാ. കത്തിക്കടേ. നിന്റെ അടുത്ത് വരെ സിഗരറ്റ് ചെയ്യാനാണ് പറഞ്ഞോളൂ. ആരാന്ന് വെച്ച് വിട്ട് പോടേ. സന്ദീപേട്ട വിട്ടുപിടി, ഇലക്ഷൻ ടൈമാ. വാടാ.
ചേട്ടൻ വേണമെങ്കിൽ പോക്കോ, ഇവരൊക്കെ പോയില്ലേ, കുഴപ്പമില്ല. റൂൾസ് ആ റൂൾസ്. എൻ്റെ ഒരു വോട്ടിന് വേണ്ടി ചേട്ടൻ ഇവിടെ ഇരിക്കണമെന്നില്ല. പോവാം. നീ ഇപ്പോൾ ഇവിടെ ഇരിക്കണ പോലെ 2 കൊല്ലം മുന്നേ ഞായിരുന്ന. അന്നെൻ്റെ കൂടെ ഇരുന്നൊരു SFI കാരനാണ്. അയാളൊക്കെ കണ്ടിട്ടാ ഞാൻ ഈ പാർട്ടിയിലായിരുന്നു. അല്ല, രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമില്ല. കേൾക്കാൻ കൂടുതലൊരാളുള്ളതിൻ്റെ വില എനിക്കറിയാം. എന്താ എൻ്റെ പ്രശ്നം? നിങ്ങളെന്താ പരിപാടി? ഫ്രീ ആണോ? ഫ്രീയാ, ഒന്നുമില്ല. നാളെ നമുക്കൊരു സ്ഥലം വരെ പോവാം. ചേച്ചിയെ കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ഇവരെല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? അതേ, അതെൻ്റെ ചേച്ചിയെ. എന്നോട് സംസാരിക്കാനായിട്ട് എളുപ്പമാണ് അവരോട് സംസാരിക്കാൻ. ആ तू मेरा सांस है, मैं तेरा आवाज है. तू मेरा सांस है, मैं तेरा आवाज है. तू मेरा ख्वाब है, बयान है, जुनून है मेरा. तू मेरा पास तो खुशहाल है, इनाम तू मेरा. तू मेरा सांस है, मैं तेरा आवाज है. तू मेरा सांस है, मैं तेरा आवाज है. मेरी വാക്കുകൾ മൊഴിയാകവേ മറുപടികളില്ലാതെ ഞാൻ മൂകമേ. മഴ പോലെ നീ മിഴി വാർന്നതും മറുവാക്കുമിണ്ടാതെ ഞാൻ പോയതും. മൗനാനുവാദമോ ഹൃദയം കണ്ട കിനാക്കളോ താനേ മുറിഞ്ഞതോ മൊഴിയാവാക്കിൻ മുനകളോ നിറമൗനവും കടലാഴമേ. ഓ മിഴിവാക്കുകൾ മൊഴിയാകവേ മറുപടികളില്ലാതെ ഞാൻ മൂകമേ. മിന്നലായി നീ വന്നുവെങ്കിൽ നിന്നൊലിയാവാൻ ഞാൻ കൂടെ വരാം. മാരിയായി നീ പെയ്തുവെങ്കിൽ നിന്നിലൊഴുകും പുഴകളായി ഞാനിതാ
ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ എല്ലാവരും നിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായേ എൻ്റെ മാത്രം പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം ഞാനാണ്. അറിഞ്ഞോ അറിയാതെയോ നിനക്ക് ഒരു കുറവുണ്ടെന്ന് വരെ തോന്നിപ്പിച്ചു. ഐ എം സോറി. എനിക്കറിയാം നിനക്കാവശ്യം നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്. അതുകൊണ്ട് ചേട്ടാ ഒരു 10 ഐസ്ക്രീം. ഐസ്ക്രീം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തീറ്റപ്പെണ്ണടുത്ത് നല്ല പെണ്ണായാലും ഈശ്വര. എന്തൊരു ടൈമാടാ ലൈഫ് തന്നെ. ഇനി ഇവിടെ ആണോ ഈശ്വര? ഇനി ജോജോക്ക് ലൈഫിലൊരു പെണ്ണില്ല. പെണ്ണുണ്ട്.